ഈ സിഗരറ്റ് വലിക്കുന്ന ആൾക്കാരുണ്ട്, അതിൽ മറ്റ് പദാർത്ഥങ്ങൾ ചേർത്ത് സിഗരറ്റ് വലിക്കുന്ന കുട്ടികളുണ്ടെന്നൊക്കെ ഞാൻ അറിയും. ഇതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയത്തൊന്നുമില്ല. ഇതിൽ ചിലപ്പോൾ നമ്മുടെ പേരൻസ് ചിലർ അറിഞ്ഞാൽ തന്നെ അവരതിനെ പ്രതികരിക്കാറില്ല. ചില പേരൻസ് കാരണം അവർക്ക് ആ പ്രതികരിക്കാനുള്ള ശക്തി പോയി. നാട്ടിൽ ഇപ്പോൾ കണ്ടത് നോക്കിയപ്പം 2 കുട്ടികൾ അത് അമിതമായ ഡോസ് എടുത്ത് ചെയ്തതാണ്. പോയപ്പോൾ ആർക്ക് പോയി? അവരുടെ ജീവിതം നഷ്ടപ്പെട്ടു, അവരുടെ വീട്ടുകാരുടെ ജീവിതം നഷ്ടപ്പെട്ടു. അവരുടെ വീട്ടിലുള്ള അപ്പൻ്റെയും അമ്മയുടെയും ആ മാനസികാവസ്ഥ, അല്ല അപ്പൻ്റെ അമ്മയുടെയും വിഷമം എന്ന് തീരും? ഞാനിത് പറയുമ്പം ഇത് ഈ ടീനേജുള്ള കുട്ടികൾക്ക് ചിലപ്പം അതൊരു ബുദ്ധിമുട്ടായിരിക്കും കേൾക്കുമ്പോൾ. അപ്പനും അമ്മയ്ക്കും അവരുടെ വിഷമം അറിയാം. പ്രത്യേകിച്ച് അപ്പനും അമ്മയും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, അവരുടെ കൂട്ടുകെട്ടുകൾ എന്തൊക്കെയാണ്, അവർക്ക് മോശമായ പരിപാടികൾ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ചില പേരൻസ് ഉണ്ട്, ചിലപ്പോൾ മദ്യപിക്കുന്ന ചില പേരൻ്റ് എനിക്കറിയാം, പിള്ളേരെ കൂട്ടിയിരുത്തിയിട്ട് അവരെയൊക്കെ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുക്കും, നിങ്ങൾ കുടിച്ചോളാൻ പറയും. കാരണം എത്ര പറഞ്ഞാലും അവർ കുടിക്കുന്നറിയാം. ഞാൻ അതിനെയൊന്നും അത് തെറ്റാണ്, പക്ഷേ അതിനെയൊന്നും ഞാൻ തെറ്റെന്ന് 100% പറഞ്ഞ് ഞാൻ ഒഴിവാക്കരുത്. അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. പക്ഷേങ്കിൽ ഇത് മദ്യം കഴിച്ച് വീട്ടിൽ നിന്നും കഴിച്ച് പുറത്തുനിന്നും കഴിച്ച് വേറെ സാധനങ്ങളും വലിച്ചു വാരി കഴിച്ച് ഈ കൃത്യമായ അളവില്ലാതെ കാണിച്ച് മരിച്ചു പോയി കഴിഞ്ഞാൽ എന്തൊരു ദോഷമാണ്. ശ്രദ്ധിക്കുക, കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു. വേണം, എല്ലാ ആഘോഷങ്ങളും വേണം. നമ്മൾ ഉദ്ദേശിക്കും ഈ പുറത്ത് പഠിക്കാൻ പോകുമ്പോൾ പിള്ളേരെ തെറ്റിപ്പോകും. നല്ല സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴേ പിള്ളേർ തെറ്റി തന്നെ നിൽക്കുക. അത് നമ്മൾ പല പേരൻസും അറിയുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാവരുടെ ശ്രദ്ധയിലേക്ക് പറയുന്നു. താങ്ക് യു.